ഏഴാം നൂറ്റാണ്ടിന് ശേഷം നിരവധി രാജവംശങ്ങൾ ഉദയം കൊണ്ടു. ഗുർജാര പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, പാലാസ്, ചോളാസ്, ചഹാമനാസ് ഓർ ചൗഹാൻസ് ഇവരായിരുന്നു ഉദയം കൊണ്ടവർ. സബ് കോണ്ടിനെന്റിന്റെ പല ഭാഗങ്ങളിലായി ഭൂപ്രഭുക്കന്മാരും പോരാട്ടത്തലവന്മാരും ഏഴാം നൂറ്റാണ്ടിൽ നിരവധി ഉണ്ടായിരുന്നു. ഇവർ നിലവിലെ രാജാക്കന്മാരുടെ സാമന്തന്മാർ ആയിരുന്നു. രാജാവിന് പാരിതോഷികങ്ങൾ സമർപ്പിക്കുകയും രാജ്യസഭയിൽ പങ്കെടുക്കുകയും രാജാവിന് സൈന്യത്തെ നൽകുകയും ചെയ്യുന്നത് സാമന്തന്മാരായിരുന്നു. അധികാരവും സമ്പത്തും വർദ്ധിക്കുന്നതനുസരിച്ച് ഇവർ മഹാസാമന്തന്മാരും മഹാമണ്ഡലേശ്വരന്മാരുമായി തീർന്നു. ചില അവസരങ്ങളിൽ ഇവർ സ്വയം ഭരണം ഏറ്റെടുക്കുകയും സ്വതന്ത്ര ഭരണത്തിലേക്ക് മാറുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലൊരു ഉദാഹരണമാണ് കർണാടകയിലെ ചാലൂക്യന്മാരുടെ സാമന്തന്മാരായിരുന്ന രാഷ്ട്രകൂടരുടേത്. രാഷ്ട്രകൂടർ ഡെക്കാണിലെ ഭരണാധികാരികളായിരുന്നു. ഇവർ ഭരണത്തിലെത്തിയ കഥ നോക്കിയാൽ രാഷ്ട്രകൂട നേതാവായിരുന്ന ദന്തിദുർഗൻ ഹിരണ്യഗർഭ എന്നൊരു റിച്വൽ നടത്തുകയും തുടർന്ന് അദ്ദേഹം ഒരു ക്ഷത്രിയനായി തീരുകയും ചെയ്തു. ബ്രാഹ്മണന്മാരുടെ സഹായത്തോടെയാണ് അദ്ദേഹം ചാലൂക്യ രാജാവിനെ മറികടന്ന് ഈ യജ്ഞം നടത്തിയത്. ജന്മം കൊണ്ട് ക്ഷത്രിയനല്ലാതിരുന്ന ദന്തിദുർഗൻ ഈ യജ്ഞത്താൽ ക്ഷത്രിയനായി തീർന്നു. വേറെയും ഇത്തരത്തിൽ കർമ്മം കൊണ്ട് ക്ഷത്രിയരായ ബ്രാഹ്മണരായിരുന്നു കടമ്പ മയൂരശർമ്മനും ഗുർജാര പ്രതിഹാര ഹരിശ്ചന്ദ്രനും. ഇവർ തങ്ങളുടെ ആയോധന കലകളിലെ പ്രാവീണ്യം കൊണ്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവരായിരുന്നു. കടമ്പ മയൂരശർമ്മൻ കർണാടകയിലും ഗുർജാര പ്രതിഹാര ഹരിശ്ചന്ദ്രൻ രാജസ്ഥാനിലുമാണ് തങ്ങളുടെ സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചത്. അഡ്മിനിസ്ട്രേഷൻസ് ഓഫ് ദി കിങ്ഡംസ്. പുതിയ രാജാക്കന്മാരിൽ പലരും മഹാരാജ, അധിരാജ, ത്രിഭുവന ചക്രവർത്തിൻ തുടങ്ങിയ തലക്കെട്ടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിലും സാമന്തന്മാരുമായി അധികാരം പങ്കിടുകയും കർഷകരുടെയും വ്യാപാരികളുടെയും ബ്രാഹ്മണന്മാരുമായും ഒക്കെയും വളരെ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. കർഷകരിൽ നിന്നും കന്നുകാലി മേയ്ക്കുന്നവരിൽ നിന്നും മറ്റും നിർബന്ധിതമായി അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ചെടുക്കുമായിരുന്നു. കൂടാതെ റെന്റ് എന്നുള്ള രീതിയിലും നികുതി പിരിച്ചെടുക്കുമായിരുന്നു. കച്ചവടക്കാരിൽ നിന്നും നികുതി പിരിച്ചെടുക്കുമായിരുന്നു. ചോളന്മാരുടെ ഇൻസ്ക്രിപ്ഷനിൽ നിന്നും തമിഴ്നാട്ടിൽ ഏകദേശം 400ഓളം നികുതി പിരിച്ചെടുത്തിരുന്നതായി പറയപ്പെടുന്നുണ്ട്. വെട്ടി എന്നൊരു പദം നികുതിയായി ഈടാക്കിയതായി പ്രതിപാദിക്കുന്നു. ഈ നികുതി പണമായിരുന്നില്ല, നിർബന്ധിത തൊഴിൽ ആയിരുന്നു. കടമൈ അഥവാ ഭൂനികുതി തുടങ്ങിയവയൊക്കെ ഇൻസ്ക്രിപ്ഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ റിസോഴ്സുകളെല്ലാം രാജാവിൻ്റെ ഉപയോഗത്തിനായാണ് ഉപയോഗിച്ചിരുന്നത്. കൂടാതെ ക്ഷേത്രങ്ങളും കോട്ടകളും മറ്റും പണി കഴിപ്പിക്കുകയും ചെയ്തു. യുദ്ധത്തിനായും മറ്റും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നികുതി പണങ്ങൾ. കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്നും സമ്പത്തും മറ്റും കടത്തിക്കൊണ്ടുവരികയും ഭൂമി പിടിച്ചെടുക്കുകയും കച്ചവട പാതകൾ കൈവശമാക്കുകയും ചെയ്തു. നികുതി പിരിക്കുന്ന ഉദ്യോഗസ്ഥർ രാജകുടുംബങ്ങളിൽപ്പെട്ടവരായിരുന്നു. പാരമ്പര്യമായി തുടർന്നു വന്ന പദവികളാണ് ഇതെല്ലാം. സൈന്യത്തിൻ്റെ കാര്യത്തിലും ഇത്തരം നിയമനങ്ങൾ ഉണ്ടായിരുന്നു. പ്രശസ്തീസ് ആൻഡ് ലാൻഡ് ഗ്രാൻസ്. പ്രശസ്തികളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സത്യമല്ല. ഭരണാധികാരികളെ വില്ലാളി വീരന്മാരായും മറ്റും അവതരിപ്പിക്കുകയാണ് പ്രശസ്തീസ് ചെയ്യുക. വിദ്യാസമ്പന്നരായ ബ്രാഹ്മണരാണ് ഇത് കമ്പോസ് ചെയ്തിരുന്നത്. ഭരണത്തിലും അവർ സഹായിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഗ്വാളിയാറിലുള്ള സംസ്കൃതത്തിൽ എഴുതിയ പ്രശസ്തിയിൽ പ്രതിഹാര കിങ്ങായ നാഗഭടയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രാജാക്കന്മാർ പാരിതോഷികങ്ങളായി ബ്രാഹ്മണർക്ക് ഭൂമി നൽകിയിരുന്നു. ഇത് കോപ്പർ പ്ലേറ്റ്സ് ഓർ ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ആരിൽ നിന്നും കൈപ്പറ്റി എന്നുള്ളത് അവർ രേഖപ്പെടുത്തി വയ്ക്കുമായിരുന്നു. 9-ാം നൂറ്റാണ്ടിൽ നിന്നും കണ്ടെത്തിയ ഒരു കോപ്പർ പ്ലേറ്റിൽ പാതി സംസ്കൃതത്തിലും പാതി തമിഴിലുമാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഒരു വളയത്തിനുള്ളിലാണ് ഇവ ഒരുമിച്ച് വച്ചിരുന്നത്. കൂടാതെ റോയൽ സീലും ഇതിൽ പതിപ്പിച്ചിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ചിരുന്ന ഒരു രാജാവിനെ കുറിച്ച് കൽഹാന തൻ്റെ സംസ്കൃത പോയത്തിൽ എഴുതി കാണുന്നുണ്ട്. പല റിസോഴ്സുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. എന്നാൽ സ്ഥിരം കാണുന്ന പ്രശസ്തി പോലെയല്ല. അദ്ദേഹം ഇതിൽ രാജാവിനെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. വാർഫെയർ ഫോർ വെൽത്ത്.
ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തായിരിക്കും ഒരു സാമ്രാജ്യം ഉണ്ടാവുക. എന്നാൽ അതേസമയം തന്നെ മറ്റുള്ള ഏരിയകളും പിടിച്ചെടുക്കാൻ ഭരണാധികാരികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു സിറ്റി ആയിരുന്നു ഗംഗാ തീരത്തുള്ള ഖനൗജ്. ഗുർജാര പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്, പാല ഡൈനാസ്റ്റീസ് തുടങ്ങിയവ ഭരണാധികാരികൾ ഖനൗജ് നിയന്ത്രണത്തിലാക്കാൻ നൂറ്റാണ്ടുകളോളം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത്തരത്തിൽ ഇവർ 3 പേരും തുടർന്നുകൊണ്ടിരുന്ന ഖനൗജിന് വേണ്ടിയുള്ള സംഘടനകളെ ട്രൈപാർഷിയേറ്റ് സ്ട്രഗിൾ എന്നാണ് വിളിച്ചിരുന്നത്. ഭരണാധികാരികൾ തങ്ങളുടെ സമ്പത്തും പണവുമെല്ലാം കൂടുതലും ഉപയോഗിച്ചിരുന്നത് ക്ഷേത്രങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യത്തെ ക്ഷേത്രങ്ങളായിരുന്നു. അത്തരത്തിൽ ലക്ഷ്യം വെച്ച് യുദ്ധം ചെയ്ത ഭരണാധികാരിയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ മഹ്മൂദ് ഓഫ് ഗസ്നി. 17 തവണ അദ്ദേഹം സബ് കോണ്ടിനെന്റ് ആക്രമിച്ചു. 1000 മുതൽ 1025 വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു അത്. ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ധാരാളം സമ്പത്ത് അദ്ദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ഗസ്നിയിൽ ഒരു ഗംഭീര തലസ്ഥാന നഗരം പണികഴിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മറ്റു ഭരണാധികാരികളായിരുന്നു ഡൽഹിയുടെയും അജ്മീറിന്റെയും പരിസര പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ചഹാമനാസ് അഥവാ ചൗഹാൻസ്. പടിഞ്ഞാറേക്കും കിഴക്കോട്ടേക്കും തങ്ങളുടെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഗുജറാത്തിലെ ചാലൂക്യന്മാരും വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ ഗഹദവാലാസും ഇവരെ തടഞ്ഞു. 1168 1192 കാലഘട്ടത്തിലെ ചഹാമന റൂളറായിരുന്ന പൃഥ്വിരാജ് III, അഫ്ഗാൻ റൂളറായിരുന്ന സുൽത്താൻ മുഹമ്മദ് ഗോറിയെ 1191 പരാജയപ്പെടുത്തുകയും എന്നാൽ അടുത്ത വർഷം 1192 അദ്ദേഹം ഗോറിക്ക് മുമ്പിൽ പരാജയപ്പെടുകയും ചെയ്തു. ദ ചോളാസ്. കാഞ്ചീപുരം അടിസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പല്ലവ രാജാക്കന്മാരുടെ സബോർഡിനേറ്റ് ആയിരുന്നു മുത്തരയ്യർ. കാവേരി ഡെൽറ്റയിൽ ഭരണം നടത്തവേ ചോള കുടുംബത്തിലെ വിജയാലയ എന്ന പോരാളി നേതാവ് അദ്ദേഹം ഉറയൂരിൽ നിന്നുള്ള നേതാവ് ആയിരുന്നു. ഇദ്ദേഹം മുത്തരയ്യറിൽ നിന്നും 9ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഡെൽറ്റ പിടിച്ചെടുത്തു. തുടർന്ന് വിജയാലയ തഞ്ചാവൂർ നഗരം പണികഴിപ്പിക്കുകയും നിശുംഭാസുധിനി എന്ന ദേവീക്ഷേത്രം അവിടെ പണിയുകയും ചെയ്തു. വിജയാലയയുടെ പിൻഗാമികൾ സാമ്രാജ്യവും അധികാരവും വികസിപ്പിച്ചു. തെക്കുള്ള പാണ്ഡ്യ സാമ്രാജ്യവും വടക്കുള്ള പല്ലവന്മാരുടെ പ്രദേശങ്ങളും ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു. ചോള ഭരണാധികാരികളിൽ വളരെ ശക്തൻ രാജരാജ ഒന്നാമനായിരുന്നു. 985 അധികാരത്തിലെത്തിയ അദ്ദേഹം ആണ് അധികാരം ഈ പ്രദേശങ്ങളിൽ എല്ലാം വ്യാപിപ്പിച്ചത്. രാജരാജയുടെ പുത്രനായ രാജേന്ദ്ര ഒന്നാമൻ പിതാവിന്റെ നയങ്ങൾ പിന്തുടരുകയും ഗംഗാതീരത്തേക്കും ശ്രീലങ്ക, തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും മറ്റും അധികാരം വ്യാപിപ്പിച്ചു. കടൽ കടന്നുള്ള ആക്രമണത്തിനായി കപ്പൽ പടയെയും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. രാജരാജയുടെയും രാജേന്ദ്രയുടെയും കാലഘട്ടത്തിൽ തഞ്ചാവൂരിലും ഗംഗൈക്കൊണ്ട ചോളപുരത്തും നിരവധി ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്തായി പുരോഹിതരും ശുചീകരണ ജോലിയിൽ ഏർപ്പെടുന്നവരും പാചകക്കാരും ഗാനരചയിതാക്കളും നർത്തകരും ഒക്കെ താമസിച്ചിരുന്നു. ആരാധനകൾക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക കേന്ദ്രങ്ങളുമായിരുന്നു ക്ഷേത്രങ്ങൾ. ചോളന്മാരുടെ വെങ്കല പ്രതിമകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവയായിരുന്നു. ദൈവങ്ങളുടെ മാത്രമല്ല ഭക്തന്മാരുടെയും പ്രതിമകൾ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതിന് മുമ്പ് കാവേരി നദിക്ക് നിരവധി കൈവഴികൾ നിർമ്മിക്കുകയും അതുവഴി കൃഷി വികസിപ്പിക്കുകയും ചെയ്തു. ജലസേചനത്തിനായി കിണറുകൾ കുഴിക്കുകയും മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുകയും ചെയ്തു. ചോളന്മാരുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കർഷകരുടെ കൂട്ടായ്മ ഉർ എന്നാണ് അറിയപ്പെട്ടത്. ഇത്തരത്തിലുള്ള പല വില്ലേജുകൾ ചേർന്നാണ് നാട് രൂപപ്പെട്ടത്. വില്ലേജ് കൗൺസിലും നാടും ചേർന്നാണ് നീതി നടപ്പാക്കുകയും നികുതി പിരിക്കുകയും ചെയ്തിരുന്നത്. സമ്പന്നന്മാരായ കർഷകരായിരുന്നു നാട്ടുഭരണം നടത്തിയിരുന്നത്. മൂവാണ്ടവേലൻ എന്ന സ്ഥാനമായിരുന്നു ഇത്തരക്കാർക്ക് നൽകിയിരുന്നത്. അരയ്യർ എന്നും വിളിച്ചിരുന്നു. ബ്രാഹ്മണർ പാരിതോഷികങ്ങളായി വാങ്ങിയിരുന്ന ഭൂമിക്ക് ബ്രാഹ്മദേയ എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ ഫലമായി കാവേരി തീരത്ത് നിരവധി ബ്രാഹ്മണ സെറ്റിൽമെന്റ്സ് ഉണ്ടായി. ഓരോ ബ്രാഹ്മദേയത്തെയും സഭ അല്ലെങ്കിൽ അസംബ്ലിയാണ് നോക്കി നടത്തിയിരുന്നത്. വ്യാപാരികളുടെ സംഘടനയെ നഗരം എന്ന് വിളിച്ചിരുന്നു. തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ടിലുള്ള ഉത്തരമേരൂർ എന്ന സ്ഥലത്തു നിന്ന് ലഭിച്ച ഇൻസ്ക്രിപ്ഷനിൽ
സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്.